കൊച്ചിയിലെ ഗുണ്ടാ നേതാവ് ഔറംഗസേബ് ചോദ്യം ചെയ്യലിനായി ഇന്ന് ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് മുൻപാകെ ഹാജരാകും. കൊച്ചിയിലെ ഓഫീസിൽ ഹാജരാകാനാണ് നിർദ്ദേശം. കൊച്ചി അധോലോകത്തെക്കുറിച്ച് ന്യൂസ് 18നോട് വെളിപ്പെടുത്തിയതിനെ തുടർന്നാണ് ATSന്റെ നടപടി. പെരുമ്പാവൂർ അനസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചറിയുകയാണ് ലക്ഷ്യം. വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു കൊച്ചിയിൽ നിന്നും. ആജ്ഞ, നമ്മുടെ വാർത്തയെ തുടർന്നാണ് ഇത്തരത്തിൽ ATSന് മുൻപാകെ ഇന്ന് ഗുണ്ടാ നേതാവ് ഔറംഗസേബ് ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നത്. വലിയ വെളിപ്പെടുത്തലുകളാണ് നമ്മളോട് നടത്തിയത്. എന്തൊക്കെയാണ് പ്രതീക്ഷിക്കേണ്ടത്? അശ്വതി സൂചിപ്പിച്ചതുപോലെ നമ്മളോട് നടത്തിയ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഔറംഗസേബിനെ ഇന്ന് ATS കൊച്ചിയിൽ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നത്. ഗുണ്ടാ നേതാവ് അനസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചറിയാനാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ചും ATS വിളിക്കുമ്പോൾ അതിൽ തീവ്രവാദ ബന്ധവും അനസിന്റെ ലഹരി കടത്തുമായുള്ള ബന്ധവും ചോദ്യം ചെയ്യലുണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇത്തരം കാര്യങ്ങളിൽ തന്നെ ഈ ഔറംഗസേബ് എന്ന് പറയുന്ന വ്യക്തി കഴിഞ്ഞ 8 വർഷമായി അനസിന്റെ വലം കൈയായിരുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരനായ ഒരാളല്ല ഈ വെളിപ്പെടുത്തൽ നടത്തിയിട്ടുള്ളത്. ഗുണ്ടാ ലോകവുമായി ബന്ധപ്പെട്ട അവിടുത്തെ ആക്ടിവിറ്റീസിനെ പറ്റി വളരെ കൃത്യമായി അറിയാവുന്ന ഒരാളാണ് ഈ അനസ്. ഔറംഗസേബ്. അങ്ങനെ ഔറംഗസേബ് നടത്തിയ ഒരു വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ പെരുമ്പാവൂർ അനസിന്റെ ബന്ധങ്ങൾ എന്തൊക്കെയാണ്, പെരുമ്പാവൂർ അനസിന് തീവ്രവാദ ബന്ധമുണ്ടോ, അല്ലെങ്കിൽ ലഹരി കടത്തുമായുള്ള ബന്ധങ്ങൾ എന്തൊക്കെയാണ്, ഇത്തരം കാര്യങ്ങൾ അന്വേഷിച്ചറിയുക തന്നെയാണ് ATSന്റെ ലക്ഷ്യമെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്തുവിട്ട വാർത്തയനുസരിച്ചിട്ട് കൊച്ചി ഇത്രകാലം സമാധാനപൂർണമായ ഒരു അന്തരീക്ഷത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നൊരു തെറ്റിദ്ധാരണയെ തിരുത്തുന്ന ഒരു നീക്കമായിരുന്നു ന്യൂസ് 18ന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അത് വ്യക്തമാക്കുന്ന ഇങ്ങനെയല്ല കൊച്ചി എന്ന് വ്യക്തമാക്കുന്ന ഒരു വെളിപ്പെടുത്തലായിരുന്നു ന്യൂസ് 18 നടത്തിയത്. അതുകൊണ്ട് തന്നെ ഈ വെളിപ്പെടുത്തലിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിൽ പോലീസ് മറ്റ് അന്വേഷണ ഏജൻസികളും അലേർട്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാനുള്ളത്. കൊച്ചിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ ഒരു സ്ക്വാഡ് രൂപീകരിച്ചിട്ടുണ്ട്. ഈ സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ 300ഓളം ഗുണ്ടാ നേതാക്കന്മാരെ ഇവർ സ്കെച്ച് ചെയ്തിട്ടുണ്ട്. ഇവർ കേസ് കഴിഞ്ഞ് പുറത്തിറങ്ങിയവരാണ് ഇതിലേറെയും ഉള്ളത്. ഈ കേസ് കഴിഞ്ഞ് പുറത്തിറങ്ങിയ 300ഓളം ആളുകൾ കൊച്ചിയിൽ തന്നെയുണ്ട്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എത്രത്തോളം ആളുകളുണ്ട്, അവരുടെ ശൃംഖല അവരുടെ അംഗബലം എന്താണ് എന്നുള്ള കാര്യത്തിൽ കൂടിയുള്ള ആശങ്കയിലേക്കാണ് ഈ ഒരു വെളിപ്പെടുത്തൽ വിരൽ ചൂണ്ടുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ പുറത്തിറങ്ങിയിട്ടുള്ള അത് പ്രത്യേകിച്ച് കാപ്പ ചുമത്തിയിട്ടുള്ള ആളുകളുണ്ട്, ഗുണ്ടാ ലിസ്റ്റിൽപ്പെടുത്തിയിട്ട് ആളുകളുണ്ട്, റൗഡി ലിസ്റ്റിൽപ്പെടുത്തിയിട്ടുള്ള ആളുകളുണ്ട്. ഇവരുടെയൊക്കെ ഇപ്പോഴത്തെ ആക്ടിവിറ്റീസ് എന്താണ്, ഇവരെന്താണ് ചെയ്യുന്നത്, ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം എന്താണ് ഇവർ ചെയ്യുന്നത്, ഇവരുടെ മേൽവിലാസം, ഇവർ സോഷ്യൽ മീഡിയയിൽ എങ്ങനെ ആക്റ്റീവ് ആയിരിക്കുന്നു, അല്ലെങ്കിൽ ഇവരുടെ ഫോൺ നമ്പർ അടക്കമുള്ള ഇവരുടെ കോൾ ലിസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ച് വരുന്നുണ്ട്. അതിൽ ഓരോ പോലീസുകാരനും, പ്രത്യേകിച്ചും സിറ്റി പോലീസ് കമ്മീഷണറും ഡെപ്യൂട്ടി കമ്മീഷണർ, അതുപോലെ ACPമാർക്കുൾപ്പെടെ ഓരോ പോലീസുകാരനും ഒരു ഗുണ്ടാ നേതാക്കന്മാരുടെ ഒരു ലിസ്റ്റ് തന്നെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ ഓരോരുത്തരെയും നിരീക്ഷിക്കുക എന്നൊരു ഉത്തരവാദിത്തമുണ്ട്. അത്തരത്തിലുള്ളൊരു ആക്ടിവിറ്റീസ് കൊച്ചിയിൽ മാത്രമല്ല, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള അങ്ങോളം ഇങ്ങോളമുള്ള അക്രമ കേസുകളിലെ ഗുണ്ടാ സാന്നിധ്യം, പ്രത്യേകിച്ചും ഇത്തരം കേസുകളിൽ ഈ പറഞ്ഞതുപോലെ കുറ്റകൃത്യം ചെയ്തു ജയിലിൽ പോകുന്നു, ഒരു മോഷണ കേസിൽ അകപ്പെടുന്നു, ജയിലിൽ പോകുന്നു. ശരിയാജ്ഞ, അത് തന്നെയാണ് തീർച്ചയായും ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് മുൻപാകെ ഇന്ന് ഔറംഗസേബ് ഹാജരാകുമ്പോൾ നമ്മളോട് പറഞ്ഞ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ അവരോടുകൂടി ഔദ്യോഗികമായി അത് രേഖപ്പെടുത്തുമ്പോൾ നിയമ നടപടികളിലേക്ക് നീങ്ങുമോ എന്ന കാര്യങ്ങളിലേക്കാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. കൂടുതൽ തെരഞ്ഞെടുപ്പ് വാർത്തകൾ നമുക്ക് അറിയേണ്ടതുണ്ട്. അതിലേക്ക് എത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.